ലോട്ടറി കിങ് സാന്റിയാഗോ മാർട്ടിൻ, ഇദ്ദേഹത്തെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട 3 പേരാണ് കഴിഞ്ഞ തമിഴ്നാട് ഇലക്ഷനിൽ വിജയിച്ച് MLA-മാരായി മാറിയത്. ഒന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യ ലീന റോസ് ആണ്. ജയലളിതയുടെ പാർട്ടി ടിക്കറ്റിൽ തിരിച്ചു നിന്നാണ് ഇവർ MLA ആയിട്ട് വിജയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഈ സ്ഥാനാർത്ഥികളുടെ സ്വത്തുവിവര കണക്ക് പരിശോധിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ മത്സരിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ളത് ഇവർക്കാണ്. ഏകദേശം 5000 കോടിയിൽ പുറത്താണ് ഇവരുടെ സമ്പാദ്യം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നൊന്ന് ഇദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്. LJK എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് ആ ടിക്കറ്റിൽ മത്സരിച്ചാണ് ഇദ്ദേഹം MLA ആയി മാറിയത്. ഈ പാർട്ടി BJP-യുടെ കൂടാണ്. പിന്നൊന്ന് ഇദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവാണ്. വിജയുടെ പാർട്ടിയായിട്ടുള്ള TVK-യിലാണ് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് MLA ആയി മാറിയിരിക്കുന്നത്. കുടുംബത്തിലെ 3 പേര് MLA ആയത് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് വിവിധ പാർട്ടികൾക്ക് ഇദ്ദേഹം നൽകിയിരിക്കുന്നത്. TMC-ക്ക് 500 കോടി കൊടുത്തു, അതോടൊപ്പം തന്നെ DMK-ക്ക് 500 കോടി കൊടുത്തു, BJP-ക്ക് 100 കോടി കൊടുത്തു. അങ്ങനെ കോടിക്കണക്കിന് രൂപ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. കുടുംബത്തിലെ 3 പേരെ MLA ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പോയ പണമൊക്കെ ഇദ്ദേഹം തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇദ്ദേഹം വീണ്ടും ലോട്ടറി ആയിട്ട് വരും. നമ്മൾ പൈസ കൊടുത്ത് അത് വാങ്ങും, അതിൽ നിന്നും ഈ പൈസ തിരിച്ചു പിടിക്കും. എന്താ അല്ലേ?